ടോപ്പ് ട്യൂഷന്റെ IT ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് IT-ൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആയ ലേഔട്ട് ഓഫ് പിക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഇമേജ് എഡിറ്റിംഗ്? ഇമേജ് എഡിറ്റിംഗ് പറഞ്ഞാൽ എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഇമേജസിൽ ചേഞ്ചസ് വരുത്തുന്ന പ്രോസസ്സിനെയാണ് ഇമേജ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഒരു ഇമേജിനെ ക്രോപ്പ് ചെയ്യാം, റീസൈസ് ചെയ്യാം, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പിക്ചേഴ്സ് ഈ ഒരു ഇമേജുമായിട്ട് കമ്പൈൻ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് പറയുന്നത് ജിംബ്, ഫോട്ടോഷോപ്പ്, പിക്കാസ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഇമേജ് എഡിറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് in an image with the help of a software. This software can be used to crop, resize, change color and combine images. Example: GIMP, Photoshop, Krita, Picasa, Image Magic, etc. Question: explain GIMP software. GIMP software ne kurichittu explain cheya. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ജിംബിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നതാണ്. അപ്പൊ ജിംബ് വന്നിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫേഴ്സ്, അതുപോലെ ഡിജിറ്റൽ ആർട്ടിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെയാണ്. അപ്പൊ ജിംബിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .xcf ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: GIMP stands for GNU Image Manipulation Program. It is a free and open source image editing software. It's mainly used by graphic designers, photographers, digital artists. The extension of a GIMP software is .xcf. Question: explain the components of GIMP interface. GIMP interface ൽ വരുന്ന കമ്പോണൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജിംബ് ഇന്റർഫേസിൽ വരുന്ന ഡിഫറെന്റ് കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെർച്ച് ബോക്സിനകത്ത് ജിംബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ജിംബ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ക്യാൻവ പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മേലെ കാണുന്ന ഈ ഒരു ടോപ്പിൽ കാണുന്ന ഈ ഒരു ബാറിന് നമ്മൾ പറയുന്നതാണ് ടൈറ്റിൽ ബാർ എന്ന്. അപ്പൊ ഇതിനകത്താണ് നമ്മൾ ഈ ഒരു ക്യാൻവയുടെ പേര് സേവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ക്യാൻവയിൽ എന്ത് പേരാണ് നമ്മൾ സേവ് ചെയ്യുന്നത് ആ പേരായിരിക്കും ഇവിടെ അൺടൈറ്റിലിന്റെ അവിടെ വരുന്നത്. അപ്പൊ അതിന് ടൈറ്റിൽ ബാർ എന്നാണ് പറയാറ്. പിന്നെ വരുന്നത് മെനു ബാർ ആണ്. അതായത് ഫയല്, എഡിറ്റ്, സെലക്ട് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസിനകത്ത് കാണാൻ കഴിയും. ഇതിന് നമ്മൾ മെനു ബാർ വരും. പിന്നെ വരുന്നതാണ് ടൂൾ ബോക്സ് ഏരിയ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ജിംബിൾ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസിന്റെയും ടൂൾസ് നമുക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ വരുന്നത് സ്റ്റാറ്റസ് ബാർ ആണ്. സ്റ്റാറ്റസ് ബാറിനകത്ത് നമ്മൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതിവിടെ ഷോ ചെയ്യും. നമ്മളിവിടെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ ആ ഒരു പൊസിഷൻ ഷോ ചെയ്യും. പിന്നെ ഇതിന്റെ സൂം ലെവല് കാണിച്ചു തരും. അപ്പൊ ഈ കുറെ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് സ്റ്റാറ്റസ് ബാറിനകത്ത് കാണാൻ കഴിയും. പിന്നെ വരുന്നത് റൂളർ ആണ്. നമുക്കിവിടെ റൂളർ കാണാം, വെർട്ടിക്കൽ റൂളറും അതുപോലെ ഹൊറിസോണ്ടലും നമുക്കൊരു റൂളർ കാണാൻ കഴിയും. പിന്നെ നമ്മൾ എവിടെയാണോ ഇമേജ് എഡിറ്റ് ചെയ്യുന്നത് ആ ഒരു പോർഷന് നമ്മൾ പറയുന്നതാണ് ക്യാൻവാസ് എന്ന്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡോക്കബിൾ ആയിട്ടുള്ള ടാബുകൾ കാണാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജിംബ് ഇന്റർഫേസിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഫസ്റ്റ് വൺ, ടൈറ്റിൽ ബാർ അറ്റ് ദ ടോപ്പ് ഡിസ്പ്ലേസ് ടൈറ്റിൽ നെയിം. സെക്കൻഡ് വൺ, മെനു ബാർ അറ്റ് ദ ടോപ്പ് കണ്ടെയ്ൻസ് ഫയൽസ്, എഡിറ്റിംഗ് ആൻഡ് ഇമേജ് കമാൻഡ്സ്. തേർഡ് വൺ, ടൂൾ ബോക്സ് ലെഫ്റ്റ് സൈഡ് holds the essential editing tools.
Fourth one, canvas, where your image is displayed and edited. Fifth one, dockable panels, that's on the right side, include layers, brush settings, tool options, and more. Sixth one, rulers, top or left, helps with precise positioning on the canvas. Seventh one, status bar at the bottom, displays information about your current work. Eighth one, tabs, multiple images can be worked on simultaneously in tabs. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സെലക്ഷൻ ടൂൾ? സെലക്ഷൻ ടൂൾസിന്റെ യൂസ് എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഒത്തിരി ടൂൾസുകൾ ഉണ്ട്. അതിൽ ഒരു ടൂളാണ് സെലക്ഷൻ ടൂൾ പറയുന്നത്. സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ക്യാൻവാസിലുള്ള പിക്ചറിന്റെ ഹോൾ പിക്ചറോ അല്ലെങ്കിൽ ആ ഒരു പിക്ചറിന്റെ പാർട്ടോ സെലക്ട് ചെയ്യാനാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടൂൾസ് ഉണ്ട്. അതിൽ ചിലത് വന്നിട്ട് റെക്ടാങ്കുലർ സെലക്ഷൻ ടൂള്, പിന്നെ ഫ്രീ സൈസ് സെലക്ഷൻ ടൂള്, ഫസ്സി സെലക്ഷൻ ടൂള്, അതുപോലെ എലിപ്സ് സെലക്ഷൻ ടൂൾസ് എന്നിവയൊക്കെയാണ്. അപ്പൊ നമുക്കൊരു ഇമേജ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. ജിമ്മിനകത്ത് വരുന്ന സെലക്ഷൻ ടൂൾസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ അത് ടൂൾ സെക്ഷനകത്താണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ ആദ്യം വരുന്നതാണ് ഈ ഒരു റെക്ടാങ്കിൾ സെലക്ട് ടൂള്, പിന്നെ വരുന്നത് എലിപ്സ് സെലക്ട് ടൂള്, പിന്നെ വരുന്നത് ഫ്രീ സെലക്ട് ടൂള്, പിന്നെ ഫസ്സി സെലക്ട് ടൂള്. അതുപോലെ തന്നെ ഒത്തിരി സെലക്ട് ടൂൾ ഇതിനകത്തുണ്ട്. സീസർ സെലക്ട് ടൂള്, അതുപോലെ ഫോർഗ്രൗണ്ട് സെലക്ട് ടൂൾ എന്ന് വയ്ക്കാം. അപ്പൊ ഈ ഒരു സെലക്ട് ടൂൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ പിക്ചർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിക്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ പിക്ചേഴ്സ് കാണും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട പിക്ചേഴ്സ് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇന്ത്യൻ ഫ്ലാഗ് സെലക്ട് ചെയ്യുന്നുണ്ട്, ഓപ്പൺ കൊടുക്കും. അപ്പോൾ ഒരു ഫ്ലാഗ് നമ്മുടെ ക്യാൻവയിൽ അപ്ലോഡായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ഏതെങ്കിലും ഒരു പോർഷനോ അല്ലെങ്കിൽ ഫുൾ പോർഷൻസോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സെലക്ട് ചെയ്യാം. അപ്പോൾ റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം ഇതിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പം അത്രയും പോർഷൻസ് റെക്ടാങ്കിൾ ഷേപ്പിൽ സെലക്ട് ആയി വരുന്നതായിരിക്കും. പിന്നെ വരുന്നത് എലിപ്സ് ടൂളാണ്. അപ്പോൾ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു എലിപ്സ് ഷേപ്പിലായിരിക്കും അത് സെലക്ട് ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഫ്രീ ടൂളാണ്. ഫ്രീ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഏത് പോർഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. അതായത് ഹാൻഡ് ഡ്രോൺ പോലെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഫസ്സി ടൂളാണ്. ഫസ്സി ടൂളും അതുപോലെ നമുക്ക് ഇഷ്ടാനുസരണം അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഡിഫറെന്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹോൾ പിക്ചർ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് പിക്ചർ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: സെലക്ഷൻ ടൂൾസ് ഈസ് യൂസ്ഡ് ടു സെലക്ട് either the whole picture or part of the picture in the GIMP canvas. The type of selection tools in GIMP are rectangular select, ellipse select, free select, fuzzy select. Question: what is the use of select by color tools? Select by color tools in the use endana? This important ആയിട്ട് ക്വസ്റ്റ്യനിൽ വരും. സെലക്ട് ബൈ കളർ ടൂൾസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പിക്ചറിലുള്ള പർട്ടിക്കുലർ കളർ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ക്യാൻവാസിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചറിൽ ഈ ഒരു ബ്ലൂ കളർ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ബൈ കളർ ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ആ ടൂൾ വന്നിട്ട് ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മളൊന്ന് ഹോവർ ചെയ്യുമ്പോൾ ആ ടൂളിൻ്റെ നെയിം ഇവിടെ കാണാൻ കഴിയും, സെലക്ട് ബൈ കളർ ടൂൾ എന്ന്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഏത് കളറാണോ നമുക്ക് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പം ഈ കളറാണെങ്കിൽ ഈ കളർ ഒന്ന് കളറിൽ കൊണ്ടുപോയിട്ട് ആ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ക്യാൻവാസിലോട്ട് ഈ ഒരു കളറ് കോപ്പി ചെയ്യണം. അപ്പം ഈ ക്ലിക്ക് ചെയ്ത കളറ് നമ്മൾ ഒന്നില്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് കോപ്പി വേണ്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ കോപ്പി വേണ്ടിട്ട് കൊടുക്കാം. അപ്പം ആ ഒരു പർട്ടിക്കുലർ കളറ് കോപ്പി ആയിട്ടുണ്ടാവും. ഇനി ഇത് നമ്മുടെ ക്യാൻവാസിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ക്യാൻവാസ് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ പോയിട്ട് പേസ്റ്റ് എന്ന് കൊടുക്കുന്നത്. ഇത് നമ്മുടെ Ctrl+C Ctrl+V ഉള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്താലും മതി. പേസ്റ്റ് കൊടുത്തു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കളറ് നമ്മുടെ ക്യാൻവാസിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് വന്നിട്ട് ഫ്ലോട്ടിംഗ് ലെയർ ആയിട്ടായിരിക്കും ഇവിടെ കിടക്കുന്നുണ്ടാവാം. അതായത് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൽ വന്നിട്ടുണ്ടാവില്ല, അത് ഫ്ലോട്ട് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ക്യാൻവാസിൽ വരണമെങ്കിൽ ഇവിടെ ആങ്കർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആങ്കർ ദ ഫ്ലോട്ടിംഗ് ലെയർ. അപ്പോൾ ഇത് കൊടുത്താലാണ് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൽ അത് ആങ്കർ ആവുള്ളൂ, അതായത് ഫ്ലോട്ടിങ്ങിൽ നിന്ന് മാറുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കളറ് നമ്മുടെ ക്യാൻവാസിലോട്ട് അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയാണ് സെലക്ട് ബൈ കളർ ടൂള് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് നമ്മുടെ ക്യാൻവാസിലോട്ട് മറ്റൊരു പിക്ചറിൻ്റെ ഇഷ്ടപ്പെട്ട കളറ് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the areas in the image with the same color can be selected on the basis of color using the select by color tool. Open the picture in GIMP. Click on the select by color tool in the toolbox to activate it. Click on the color you wish to select from the picture. Click on the edit menu of the picture window and select copy. Click on the edit menu of the canvas window you have prepared for the poster and select paste. It appears floating layer or floating selection in layer panel. Click the anchor tool in the layer palette. You can avoid the floating selection and fix the picture to the background. Question: what is floating layer or floating selection? Floating layer അല്ലെങ്കിൽ floating selection പറഞ്ഞാൽ എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് ലെയർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സെലക്ഷൻ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലെയർ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അതായത് അത് നോർമൽ ലെയറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കും, പക്ഷെ അത് ടെമ്പററി ആയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവുക. നമ്മൾ മറ്റൊരു എഡിറ്റിംഗ് ചെയ്യുന്നത് വരെ ആ ഒരു ലെയർ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻവാസിനെ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ വേറൊരു കളർ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാപ്പ് തന്നെ എടുക്കാം. അതുപോലെ സെലക്ട് ബൈ കളർ എടുത്തിട്ട് ഞാനൊരു ഈ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ലെയറിൽ കൊണ്ടിട്ട് ഈ ഒരു ക്യാൻവാസിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അത് പേസ്റ്റ് ആയെങ്കിലും പക്ഷെ അത് ഒരു ഫ്ലോട്ടിംഗ് സെലക്ഷനിലായിട്ട് കിടക്കുന്നുണ്ടാവും. അത് ബാക്ക്ഗ്രൗണ്ടിൽ അത് വന്നിട്ട് സെറ്റ് ആയിട്ടുണ്ടാവില്ല, അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ആവണമെങ്കിൽ അത് ആങ്കർ ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ലെയറിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് സെലക്ഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ അവിടുന്ന് റിമൂവ് ആവുന്നതായിരിക്കും. അത് ടെമ്പററി ആയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ആങ്കറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലോട്ടിംഗ് ലെയർ അവിടുന്ന് പോയിട്ട് അത് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: it is the temporary layers that have the same features of a normal layer. A floating layer persists only till layer editing is done or till you begin the next layer editing. To anchor image pasted on the floating layer to the background or the selected layer, click on Anchor tool in the layer menu. Question: explain layers. ലെയേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലെയേഴ്സ് എന്താണെന്നും അത് എങ്ങനെ ഒരു പുതിയ ലെയർ ആഡ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ജിമ്മിനകത്ത് ലെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ പിക്ചേഴ്സും ഇപ്പോൾ നമ്മുടെ ഒരു ക്യാൻവാസിൽ തന്നെ ഒന്നിൽ കൂടുതൽ പിക്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോ പിക്ചേഴ്സും ലെയർ ആയി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലെയർ മാത്രം അത് എഡിറ്റ് ചെയ്യാനുള്ളൂവെങ്കിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പുതിയ ലെയർ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻവാസിനോട്ട് ഒരു പുതിയ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പിക്ചർ ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ബൈ കളർ ടൂൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ യെല്ലോ കളർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു യെല്ലോ പോർഷൻസ് എവിടേക്കോ വരുന്നുണ്ട്, ആ ഒരു പോർഷൻസ് മാത്രം സെലക്ട് ആയി എടുക്കും.
എന്നിട്ട് നമ്മുടെ ഈ ഒരു ലെയറിൽ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം കോപ്പി ചെയ്യണം. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കോപ്പി കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ-C പ്രസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എഡിറ്റിൽ പേസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ആ കളർ മാത്രം നമുക്കിവിടെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ടാകും. പക്ഷെ അതവിടെ എന്താണ് ലെയർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി ലെയേഴ്സ് ഒന്നും മൂവ് ആവില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ലെയേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആങ്കറായി പോയി. അപ്പോൾ ഈ ലെയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ പറയുന്നത് ഇവിടെ ലെയർ പാലറ്റ് കിടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ ലെയറിൻ്റെ ഓപ്ഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അപ്പോൾ ലെയറിൻ്റെ നെയിം എന്താണ് കൊടുക്കേണ്ടത്, അതുപോലെ അതിൻ്റെ കളർ ഏത് വേണം, അതുപോലെ മോഡ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നമ്മുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറിലായിരിക്കും അവിടെ ആ ലെയർ വന്ന് കിടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ലെയർ ആഡ് ചെയ്തു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞൊരു ലെയർ ഉണ്ടാവും, അതുപോലെ ഈ വൈറ്റ് പറഞ്ഞൊരു ലെയർ ഇതിനകത്ത് ഉണ്ടാവും. ഈ വൈറ്റ് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പേരാണ്. അപ്പോൾ ഇതുപോലെ എത്ര ലെയേഴ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു പർട്ടിക്കുലർ ലെയറിൽ നമുക്ക് വേറെ പിക്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ലെയർ വൈസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലെയർ മാത്രം എഡിറ്റ് ആവുള്ളൂ, മൊത്തം ക്യാൻവാസും എഡിറ്റ് ആവില്ല. അപ്പോൾ അതാണ് ലെയറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: A layer is essential part in image editing software. If image is arranged in a separate layer, they can be edited independently. To add new layers, click the Create icon in the layer palette. The portion which has the tools required for creating and copying layers is the layer palette. Question: What is Path Tool? Path Tool എന്നാൽ എന്താണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ Path Tool എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇമേജിൻ്റെ പർട്ടിക്കുലർ പാർട്ട് വന്നിട്ട് ഒരു ഫിക്സഡ് ഷേപ്പിൽ സെലക്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ക്യാൻവ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പാത്ത് ടൂൾ പറയുന്നത് ഈ കാണുന്ന ടൂളാണ് പാത്ത് ടൂൾ. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് അത് ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഒരു പാത്ത് അവിടെ സെലക്ട് ആയി വരുന്നുണ്ടാവും. ഇങ്ങനെ ഈ ഒരു ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഒരു ഷേപ്പിൽ, ഒരു ഫിക്സഡ് ഷേപ്പിൽ ഒരു പിക്ചർ സെലക്ട് ചെയ്തെടുക്കാനാണ് പാത്ത് ടൂള് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പോർഷന് എങ്ങനെ സെലക്ട് ചെയ്ത് മറ്റൊരു ക്യാൻവാസിൽ ഇടാൻ നോക്കാം. അപ്പോൾ ഇതിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സെലക്ഷൻ ഫ്രം പാത്ത് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ കോപ്പി ചെയ്യാം. ഇത് നമ്മുടെ വേറൊരു ക്യാൻവാസിൽ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഷേപ്പിലായിരിക്കും ഇവിടെ വന്നിട്ട് അത് പേസ്റ്റ് ആവുന്നതായിരിക്കും. ഇതാണ് പാത്ത് ടൂളിൻ്റെ യൂസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് ചെയ്താൽ നോക്കാം. ആൻസർ: Path tool is a tool that helps in selecting a part of an image according to a fixed shape. Path tool can also be used to create different types of patterns and also to select certain part of the image. Question: What is a flip tool? How can we flip an image? Flip tool പറഞ്ഞാൽ എന്താ? ഒരു ഇമേജ് നമുക്ക് എങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ കഴിയും? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്ലിപ്പ് ടൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇമേജിനെ ഫ്ലിപ്പ് ചെയ്യാനാണ്. അതായത് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ ഫ്ലിപ്പ് ചെയ്യാനാണ് ഫ്ലിപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു ഇമേജ് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യാനുള്ള ടൂൾ പറയുന്നത് ഈ കാണുന്ന ടൂളാണ്. ഇതിനാണ് നമ്മൾ ഫ്ലിപ്പ് ടൂൾ എന്ന് പറയാറ്. അപ്പോൾ ഏത് ഇമേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്ലിപ്പ് ടൂൾ കൊടുക്കാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇമേജ് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിനാണ് ഫ്ലിപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്.
പിന്നെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The flip tools is used to mirror or invert an image, layer or selection along a specified axis, that is horizontal or vertical. Make a copy of the layer that includes the picture to be flipped. Using the Move tool, arrange the copied image on the canvas. Click on the Flip tool in the toolbox and activate it. Click on the image you intended to flip. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.